ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. കേരളം അതിദാരിദ്ര്യമുക്തമായതിൻ്റെ ആഘോഷ പരിപാടിയിൽ മോഹൻലാലും കമൽഹാസനും പങ്കെടുക്കില്ല. വിദേശത്തായതിനാൽ എത്താനാകില്ലെന്ന് ഇരുവരും സർക്കാരിനെ അറിയിച്ചു. അതേസമയം പരിപാടിയിൽ പങ്കെടുക്കാൻ മമ്മൂട്ടി രാവിലെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. വി അരുൺ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, നേരത്തെ തന്നെ ഈ താരങ്ങൾക്ക് ഇത് പങ്കെടുക്കരുതെന്ന് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ആശാവർക്കർമാരടക്കം കത്തയച്ചതാണ്. അവരെ അങ്ങനെ പല രീതിയിലുള്ള, പ്രത്യേകിച്ച് വലിയ കേരളം വലിയ ചരിത്ര നിമിഷമെന്ന് കാണുന്ന ഈ ഒരു മുഹൂർത്തം. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് മോഹൻലാലും കമൽഹാസനും പങ്കെടുക്കാത്ത? ഏതെങ്കിലും സമ്മർദ്ദമുണ്ടോ അതോ അസൗകര്യം കാരണമാണോ? സമ്മർദ്ദം കാണുമെന്ന് പറയാൻ കഴിയില്ല. കാരണം നേരത്തെ ഇവർ വരാമെന്ന് ഏറ്റിരുന്നതാണ് സർക്കാർ. പക്ഷേ അതിനിടയ്ക്ക് അടിയന്തരമായ ചില പരിപാടികളിൽ വിദേശത്തേക്ക് പോകേണ്ടി വരുന്നതിനാലാണ് പങ്കെടുക്കാൻ കഴിയാത്തതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ആ രീതിയിലാണ് ഈ രണ്ട് താരങ്ങളും സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്. 3 പേരും പങ്കെടുക്കും. കമൽഹാസനും മോഹൻലാലും മമ്മൂട്ടിയും പങ്കെടുക്കുമെന്ന് തന്നെയായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഈ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തുമ്പോഴും അങ്ങനെ തന്നെയാണ് മന്ത്രി MP രാജേഷും പറഞ്ഞത്. പക്ഷേ മമ്മൂട്ടിയും രാവിലെ തന്നെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യും. മറ്റു താരങ്ങൾക്കും പെട്ടെന്നുണ്ടായ അസൗകര്യമാണ് പങ്കെടുക്കാൻ കഴിയാത്തതിന് കാരണമായി പറയുന്നത്. രണ്ടുപേരും സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സമ്മർദ്ദമൊന്നും ഇതിന് കാരണമായെന്ന് കരുതാനായില്ല. പക്ഷേ ഈ അവസാന സമയം ഇതിൽ നിന്നും പിന്മാറുന്നു, പങ്കെടുക്കാൻ കഴിയില്ല, വ്യക്തിപരമായ അസൗകര്യമുണ്ട്, വിദേശത്താണ് എന്ന് പറയുമ്പോൾ അതിൽ ചില അസ്വാഭാവികതയുണ്ടോ? കാരണം വിദേശത്തായിരുന്നുവെങ്കിൽ അത്തരം അവരുടെ ഒരു പ്രോഗ്രാമോ മറ്റോ ഏതെങ്കിലും സ്റ്റേജ് ഷോകളോ വിദേശ ഷോകളോ ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയാവുന്ന കാര്യമല്ലേ? ഈ അവസാന നിമിഷം പിന്മാറിയതിന് പിന്നിൽ എന്തെങ്കിലും ഈ രീതിയിലുള്ള ഒരു അസൗകര്യമാണ് എന്ന് മാത്രം കരുതാൻ കഴിയുമോ അരുൺ? എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കമൽഹാസൻ പങ്കെടുക്കില്ല എന്ന ഒരു ചെറിയ സൂചനകൾ ഇന്ന് രാവിലെ തന്നെ ഉണ്ടായിരുന്നു. മോഹൻലാൽ പക്ഷെ പങ്കെടുക്കുമെന്ന് തന്നെയാണ് രാവിലെയും അല്പസമയം മുമ്പും ബന്ധപ്പെട്ട മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്ന് അറിയിച്ചത്. മോഹൻലാൽ പങ്കെടുക്കാൻ പരമാവധി ശ്രമിക്കും എന്ന ഒരു ഉറപ്പാണ് മോഹൻലാലിന് സംഘാടകർ സർക്കാരിന് ലഭിച്ചത്. പക്ഷേ അവസാന നിമിഷം മോഹൻലാലും പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അറിയിക്കുകയായിരുന്നു. കമൽഹാസന്റെ കാര്യത്തിൽ നേരത്തെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പങ്കെടുക്കുമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ താല്പര്യം അറിയിച്ചെങ്കിലും അദ്ദേഹത്തിന് എത്താൻ കഴിയില്ല, വിദേശത്താണ് എന്ന ഒരു മറുപടി കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ കിട്ടുന്നു. സർക്കാർ പക്ഷെ അതൊരു പരസ്യപ്പെടുത്തിയിരുന്നില്ല. 3 പേരും പങ്കെടുക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു പ്രചരണം നടന്നത്. പക്ഷേ മറ്റു 2 പേർക്കും പങ്കെടുക്കാനാകില്ലെന്ന് ഇപ്പോൾ സർക്കാർ സ്ഥിരീകരിക്കുന്നുണ്ട്. മമ്മൂട്ടി മാത്രമാകും ഇന്നത്തെ വൈകുന്നേരം നടക്കുന്ന ഈ അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനത്തിന്റെ ഭാഗമായുള്ള ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അവിടെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ പ്രധാന അതിഥിയായി മമ്മൂട്ടി പങ്കെടുക്കും. മോഹൻലാലും കമൽഹാസനെയും കൂടി എത്തിക്കാനായിരുന്നു സർക്കാരിന്റെ ശ്രമം. പക്ഷെ അത് അവരുടെ തിരക്കുകൾ കാരണം ഇപ്പോൾ എത്താൻ കഴിയില്ലെന്നാണ് പറയുന്നത്. ആശമാർ ഒരു കത്തയച്ചത് ചരിത്ര നിമിഷമാണ്, കേരളത്തെ സംബന്ധിച്ച് അഭിമാന നിമിഷമാണ്. പക്ഷേ ഈ 2 താരങ്ങളും കമൽഹാസനും മോഹൻലാലും പങ്കെടുക്കാത്തത് ഈ ഒരു പരിപാടിയുടെ മാറ്റുകുറയ്ക്കില്ലല്ലോ. പകരം മമ്മൂട്ടിയുണ്ട്. മമ്മൂട്ടി പ്രത്യേകിച്ചും അദ്ദേഹം ചികിത്സ കഴിഞ്ഞ് കേരളത്തിലെത്തിയ ശേഷമുള്ള ആദ്യത്തെ പൊതുപരിപാടിയാണ്. ഇതിനുശേഷം തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ എന്തെങ്കിലും പ്രതികരിച്ചിരുന്നോ? മോഹൻലാലിന്റെ നാടാണ് തിരുവനന്തപുരം. ആ രീതി വലിയ മോഹൻലാലിന്റെ ആരാധക ബന്ധമുള്ള സംസ്ഥാനമൊട്ടാകെ മോഹൻലാൽ ആരാധക ബന്ധമുണ്ടെങ്കിൽ പോലും പ്രസ്ഥാനത്ത് പ്രത്യേക തരത്തിലുള്ള ഒരു ഫീലാണ് മോഹൻലാൽ എന്ന് പറയുമ്പോൾ തന്നെ ആരാധകർക്ക്. അതായത് സിനിമകൾക്കും അദ്ദേഹം വരും, ഓരോ പരിപാടിക്ക് വരുമ്പോഴും ഒക്കെ ആ സ്വീകരണമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവിക മോഹൻലാൽ വരാത്തത് ആ രീതിയിൽ ആളുകളെ കുറച്ച് അകറ്റിയേക്കാം. കമൽഹാസനും അതുപോലെ വലിയ സ്വീകാര്യതയുള്ള നടനാണ്. നടനെന്നപ്പുറത്തേക്ക് നിലപാടുകൾ കൊണ്ടുകൂടി സ്വീകാരനായ വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ CPM-നോടുള്ള അദ്ദേഹത്തിന്റെ മമതയും പിണറായി വിജയനുമായുള്ള ബന്ധവും ഒക്കെ എപ്പോഴും പറയാൻ ഇഷ്ടപ്പെടുന്ന, മലയാളി എന്ന് തന്നെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു താരം കൂടിയാണ് കമൽഹാസൻ. അങ്ങനെ 2 താരങ്ങളുടെ അസാധ്യത സ്വാഭാവികമായും ഈ ഇതിന്റെ ശോഭ കുറയ്ക്കുമെന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ മമ്മൂട്ടി എന്ന താരം രാവിലെ തന്നെ അതിനുവേണ്ടി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ദീർഘനാൾക്ക് ശേഷമാണ് തലസ്ഥാനത്ത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊച്ചിയിലെത്തി. ചികിത്സയ്ക്ക് ശേഷം 8 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം കൊച്ചിയിലെത്തി. അവിടെ നിന്ന് ഇന്ന് തിരുവനന്തപുരത്തും അദ്ദേഹം വരികയാണ്. മമ്മൂട്ടിയുടെ സാന്നിധ്യം ഈ കുറവ് പരിഹരിക്കുമെന്ന പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത്. കാരണം മമ്മൂട്ടി നേരത്തെ പല പരിപാടികൾ സ്ഥാനത്ത് പങ്കെടുക്കുമ്പോഴും വലിയ ആൾക്കൂട്ടം അതിലുണ്ടാകാറുണ്ട്. മമ്മൂട്ടിയെ പ്രത്യേകിച്ച് ഇപ്പോൾ കാണാൻ കുറച്ചുകൂടി ആളുകൾക്ക് താല്പര്യമുണ്ടാകും. കാരണം അദ്ദേഹം വലിയൊരു കഠിന പരീക്ഷണം നേരിട്ട് അതിൽ വിജയിച്ച് വന്നയാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടുള്ള ആരാധകരുടെ സ്നേഹം ഒന്നുകൂടി കൂടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ മമ്മൂട്ടിയെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മമ്മൂട്ടി മോഹൻലാൽ രണ്ടുപേരുടെ ആരാധകർക്ക് അപ്പുറത്തേക്ക് മമ്മൂട്ടിക്ക് ഒരു സ്വീകാര്യത ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ
ലഭിക്കുന്നുണ്ടെന്നത് കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ഇടതുപക്ഷത്തോട് ചേർന്ന് പോകുന്ന ആളാണ് മമ്മൂട്ടി. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള സ്വീകാര്യത മമ്മൂട്ടിക്കുണ്ട്. അതുകൊണ്ട് ആൾക്കൂട്ടം കുറയുന്ന കാര്യത്തിലൊന്നും അത്ര ആശങ്ക സർക്കാരിനോ അല്ലെങ്കിൽ ഇതിന്റെ സംഘാടകർക്കോ ഇല്ല. പക്ഷേ തീർച്ചയായും മോഹൻലാലിന്റെയും കമൽഹാസന്റെയും അസാന്നിധ്യം അതൊരു കുറവ് തന്നെയാണ്. അത് നികത്താൻ മമ്മൂട്ടി കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ സംഘാടകർ, സർക്കാർ മുന്നോട്ട് പോകുന്നത്. യെസ്, വ്യക്തമാണ്. BVRനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് വൈകിട്ടാണ് കേരളം കാത്തിരിക്കുന്ന നിമിഷം. കമൽഹാസനും മോഹൻലാലും പങ്കെടുക്കില്ലെങ്കിലും മെഗാസ്റ്റാർ മമ്മൂട്ടി പരിപാടിയിൽ പങ്കെടുക്കും എന്ന് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്.